Hi friends, this is Lenovo M10 Tab 2-month used review. In the variant 6GB RAM, 128GB storage, and 21,500. You can see tab in this video discuss. So let's get started. വളരെ sleek ആയിട്ടുള്ള ഡിസൈൻ ആണ് with a metallic body, രണ്ട് സൈഡിലും രണ്ട് സ്പീക്കേഴ്സും, മൈക്രോഫോൺ സ്ലോട്ട്, USB-C slot for charging, SIM tray, power button and volume rockers ആണ് വരുന്നത്. $8 MB front and $8 MB rear camera ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം മോശമല്ലാത്ത പിക്സ് എടുക്കാം, പിന്നെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഒക്കെ സ്കാൻ ചെയ്യാനും വീഡിയോ കോളിംഗ് പർപ്പസിനും ഇത് ബെസ്റ്റ് ആണ്. നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. കാരണം ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും 2K വിത്ത് IPS LCD ഡിസ്പ്ലേ വിത്ത് 400 nits ബ്രൈറ്റ്നസ്സും ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ ഫിലിംസ്, യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നത് കുറേയേറെ ഇൻബിൽറ്റ് ഫീച്ചേഴ്സ് നമുക്ക് ഈ ടാബിൽ വരുന്നുണ്ട്. ഇതിലെ ഇൻസ്റ്റൻറ്റ് മെമ്മോ ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നോട്ട്സ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനോ അതേപോലെ ടെക്സ്റ്റ് കോപ്പി ചെയ്യാനാണെങ്കിലും ഈ ആപ്പ് യൂസ് ചെയ്യാം. ഇതിൽ പിന്നെ ഗൂഗിൾ കിഡ് സ്പേസ് ഉണ്ട്, അതുകൊണ്ട് കുട്ടികൾക്ക് ലേണിംഗ് ആവശ്യത്തിന് ഈ ടാബ് നല്ലതാണ്. അതേപോലെ ഗൂഗിൾ ഫാമിലി ലിങ്ക് ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്ക്രീൻ ടൈം അതേപോലെ പാരൻ്റൽ കൺട്രോൾസ് എല്ലാം സെറ്റ് ചെയ്യാം. ഹോം പേജിൽ നിന്നും ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് സ്പേസ് എന്നൊരു സെക്ഷൻ കാണാം. ഇതിൽ നമ്മുടെ മൾട്ടിമീഡിയ ആപ്സ് ലൈക്ക് യൂട്യൂബ്, OTT ആപ്സിൻ്റെ റെക്കമെൻഡേഷൻസ് കാണാം. പിന്നെ ഗെയിംസ്, ബുക്സ്, മ്യൂസിക് എല്ലാം നമുക്ക് ഇവിടെ ഈസിയായി ആക്സസ് ചെയ്യാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 ആണ്. സോ യാതൊരു ആഡ്സ് അല്ലെങ്കിൽ ബ്ലോട്ട് വെയേഴ്സും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല. അതേപോലെ 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ആൻഡ്രോയിഡ് 13 അപ്ഡേറ്റും വൺസ് അവൈലബിൾ ലഭ്യമാണ്. ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നില്ല, പകരം ഫേസ് അൺലോക്ക് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫെയർലി ഓക്കെ. ഇതിൽ വരുന്നത് Qualcomm Snapdragon 680 പ്രൊസസ്സറാണ്. സോ ഒരു ഹൈ എൻഡ് ഗെയിംസ് കളിക്കാൻ ഇത് സ്യൂട്ടബിൾ അല്ല എന്ന് തന്നെ പറയണം. നേരെ മറിച്ചൊരു സബ്വേ സർഫർ അല്ലെങ്കിൽ ഗാർഡൻ സ്കേപ്പ് ഒക്കെ പോലൊരു ചെറിയ ലോ എൻഡ് ഗെയിംസ് കളിക്കാനാണെങ്കിൽ നല്ല രീതിയിൽ വർക്കാകുന്നുണ്ട്. COD പോലുള്ള ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ ചെറുതായിട്ടൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. സോ നിങ്ങളൊരു ഹാർഡ് കോർ ഗെയിമർ ആണെങ്കിൽ ഇത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നേരെ മറിച്ച് ഒരു നോർമൽ യൂസ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ മൾട്ടി ടാസ്കിങ് ക്യാപ്പബിലിറ്റിയാണ്. സ്പ്ലിറ്റ് സ്ക്രീൻ ഫീച്ചറിൻ്റെ സഹായത്തോടെ നമുക്ക് ഒരേ ടൈമിൽ ഒന്നിൽ കൂടുതൽ ആപ്സ് യാതൊരു ലാഗും ഇല്ലാതെ വർക്കാകുന്നുണ്ട്, വിച്ച് ഹെൽപ്സ് ഇൻ അവർ പ്രൊഡക്ടിവിറ്റി. ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 7700 mAh വിത്ത് 10 watt ചാർജറാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ സപ്പോർട്ട് 20 watt ക്വിക്ക് ചാർജർ, വിച്ച് ഇസ് പ്രിറ്റി ഡീസൻറ്റ്. സോ നിങ്ങൾക്കൊരു നോർമൽ യൂസാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മോർ ദാൻ 24 hours ബാക്കപ്പ് കിട്ടും. അതല്ല കണ്ടിന്യൂസ് മൾട്ടിമീഡിയ കൺസപ്ഷൻ ഒക്കെ ആണെങ്കിൽ ഒരു 9 to 10 hours ആണ് ബാക്കപ്പ് കിട്ടാറ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് LTE സപ്പോർട്ടാണ്. സോ മറ്റൊരു ഡിവൈസിൻ്റെ സഹായമില്ലാതെ ഓൺ ദ ഗോ നമുക്ക് നെറ്റ് യൂസ് ചെയ്യാം. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ്. സോ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ മൾട്ടി ടാസ്കിങ് അതേപോലെ പ്രൊഡക്ടിവിറ്റി ആപ്സിൻ്റെ UI എക്സ്പീരിയൻസും വളരെ മികച്ചതാണ്. ഇത്രയുമാണ് ഈ ടാബിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. See you in the next video. Till then, bye.